വിശേഷം? വെൽക്കം ടു വിനീസ് കിച്ചൺ ടോളു. അപ്പോൾ നമ്മുടെ മുന്നയുടെ പ്രോഗ്രസ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവൻ്റെ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു അവർ. അപ്പോൾ 7 സ്ഥലത്താണ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നത് കീ ഹോളിൻ്റെ. അതിൽ നമ്മുടെ ഇതും ഉണ്ടായിരുന്നു, സ്റ്റിച്ചസും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് അവർ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു. നമ്മൾ ചെക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡോക്ടർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, മസിൽ എനിക്ക് കാണിച്ചു തരൂ, അപ്പുറത്തെ കാലത്തെ മസിൽ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരൂ എന്നെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറയുന്ന ഡോക്ടർ ഹെർവേ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുബായിലാണ് നിങ്ങളെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലിവ് ഹോസ്പിറ്റലിലാണ് മൂപ്പര് വരുന്നത്. ഒരു പ്രൊമോഷനുമല്ല, ഒന്നുമല്ല. നമ്മുടെ മനുവിന് ചെയ്ത വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഡോക്ടർ, അത്ര മാത്രമേ എനിക്കറിയുള്ളൂ. നല്ലൊരു മനുഷ്യൻ, അത്ര മാത്രമേ ഉള്ളൂ. ഹീ ഈസ് വണ്ടർഫുൾ. മൂപ്പരുടെ വർക്ക് എന്ന് പറയുന്നത്, മൂപ്പരുടെ ആ ഒരു രീതി, ആ ടേക്കിംഗ് കെയർ ഓഫ് ദ പേഷ്യൻസ് ഇസ് വേറെ ലെവൽ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. സോ മനുവിൻ്റെ കാര്യത്തിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. എത്രത്തോളം അവൻ്റെ ആ മസിൽ, അവൻ്റെ നീ, അതെല്ലാം അവർ ഫിസിയോതെറപ്പിയുടെ ആ ഒരു പോക്ക് കാരണം കൊണ്ട് എത്ര ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്നെല്ലാം നോക്കി. ആൻഡ് ഹി വാസ് എക്സ്ട്രീംലി ഹാപ്പി. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം സർജറി കഴിഞ്ഞ് നമ്മൾക്ക് ക്രച്ചസ് ഇല്ലാണ്ട് മുന്നേ നടക്കാൻ ഉള്ളത് തുടങ്ങി. പക്ഷേ ഡോക്ടർ പറഞ്ഞു, അങ്ങനെ കാലിങ്ങനെ ഭയങ്കരമായിട്ടൊന്നും വീശി നടക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും ഒരു പ്രശ്നം തോന്നിക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമ്മൾ ക്രച്ചസ് യൂസ് ചെയ്തോളണം. റിസ്ക് എടുക്കാൻ പാടില്ല. ഭയങ്കര ടെൻഡറായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ക്രച്ചസ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആസ്പത്രിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വന്നു. ബിക്കോസ് എനിക്ക് ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. സോ അവർ വരും. ആൻഡ് സാധനങ്ങൾ കുറച്ച് നല്ലോണം തന്നെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. ഒരു പാർട്ടി ഓർഡറായിരുന്നു. അപ്പോൾ പ്രിപ്പറേഷൻസ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. അല്ല, ഫോർ എക്സാമ്പിൾ എന്താ പറയുക, സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ച്, പിന്നെ എന്താണ് പറയുക, പാസ്ത വേവിച്ച് വെച്ച്, ഫ്രൈഡ് റൈസിന് വേണ്ട ചോറൊക്കെ നേരത്തെ തന്നെ ആക്കി വെച്ചു. ബിക്കോസ് എത്രത്തോളം തണുത്ത ചോറാണോ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിരിക്കും നിങ്ങളുടെ ഫ്രൈഡ് റൈസ് വരുന്നത്. സോ അതിന് വേണ്ടിയിട്ട് തന്നെ നേരത്തെ കൂട്ടിയിട്ട് തന്നെ എല്ലാം തന്നെ ചെയ്തു വെച്ചു. സോ ദാറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം എന്ന് വെച്ചാൽ ഇവനെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങാനും ഇത്തിരി വൈകിയാൽ കൂടിയിട്ട് എനിക്ക് ടെൻഷൻ അടിക്കാൻ വയ്യ. സോ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ കിച്ചണിലേക്ക് കയറി മോനെ ഒന്ന് സെറ്റിലാക്കി. എന്നിട്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ക്ലയൻറ്റ് പറഞ്ഞ സാധനങ്ങളായിരുന്നു. ചോറ്, ഫ്രൈഡ് റൈസ്, അതേമാതിരി തന്നെ വൈറ്റ് പാസ്ത വിത്ത് ചിക്കൻ, അതേമാതിരി തന്നെ ഫറ്റൂഷ് സാലഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സാലഡും കൂടി വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിക്ക് പീസ് ആൻഡ് രാജ്മയൊക്കെ ഇട്ടിട്ടുള്ള ഒരു യോഗേർട്ട് ബേസ്ഡ് സാലഡ്, ചിക്കൻ മഞ്ചൂരിയൻ, ഫറ്റൂഷ് സാലഡിൽ ഇടാനുള്ള കുബൂസ് വറുത്തത്, മട്ടൺ കബാബ്സ്, പിന്നെ ചിക്കൻ മറ്റേ കോഫ്താസ്, ചിക്കൻ കബാബ്, പിന്നെ ഡിസേർട്ടിന് ബ്രൗണീസ്, അത് കഴിഞ്ഞതിന് ശേഷം ആലു പറാത്ത, പിന്നെ വേണ്ടിയിരുന്നത് അവർക്ക് ഫിഷ് ഫിംഗേഴ്സ്, ബ്രെഡഡ് ഫിഷ്, അത് കഴിഞ്ഞ് 3 ഫ്രഷ് ജ്യൂസസ്. ഇതായിരുന്നു അവരുടെ ഡിമാൻഡ്. അവർ വന്നു, അവർ എടുത്തു, ആൻഡ് അവർ പെട്ടെന്ന് തന്നെ പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു തുവയലുണ്ടാക്കാം എന്ന് വിചാരിച്ചു. ബിക്കോസ് വേറെ ഒന്നും തന്നെ ഉണ്ടാക്കാൻ എനിക്ക് സമയമില്ല. ഒരു പുതിന തുവയലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പൊട്ടുകടല, കടലപ്പരിപ്പ്, വെളുത്തുള്ളി, അതേമാതിരി തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവുള്ള വറ്റൽമുളക്, ഇതെല്ലാം കൂടി ഇടുക, നന്നായിട്ട് എണ്ണയിൽ വഴറ്റുക, എന്നിട്ട് കുറച്ച് തേങ്ങ ഇടുക, എന്നിട്ട് അതിലേക്ക് നമ്മൾ പുതിനയില ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ഈ സംഭവങ്ങൾ നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ സമയമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ സൂപ്പറായിരിക്കും. അപ്പോൾ ലഞ്ച് ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സംഭവമാണ് ഉണ്ടാക്കിയത്. ചോറ് ഓൾറെഡി തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഓർഡർ ഉണ്ടാക്കിയതിൽ ഒന്നും തന്നെ ബാക്കിയില്ല. ബിക്കോസ് എന്താ കാര്യം വെച്ചാൽ എല്ലാം കറക്റ്റായിട്ട് ഓർഡർ പ്രകാരം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മളുടേതായിട്ടുള്ള ആഹാരം പിന്നെ മുന്നേക്ക് എനിക്ക് വളരെ നിർബന്ധമായിട്ട് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കി. ഇതപ്പോൾ നമ്മൾ മിക്സിയിൽ കുറച്ച് പുളിയും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് സമ്മന്തി പോലെ അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് തമിഴ്നാട് സ്റ്റൈലിലുള്ള പുതിന തുവയൽ എന്ന് പറയുന്ന സംഭവം. ഇത് ചോറിൻ്റെ കൂടെ, ദോശയുടെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെയൊക്കെ സൂപ്പറായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വലിയ വഴുതിനിങ്ങ ഉള്ളിയും മുളകും അരച്ചിട്ട് നമ്മൾ മീൻ വറക്കില്ലേ, അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വട്ടത്തിൽ മുറിച്ചിട്ട് ഞാൻ മസാലയൊക്കെ പുരട്ടിയിട്ട് ഈ തുവയലാവുന്ന സമയം കൊണ്ട് അതും പുരട്ടി വെച്ചിട്ട് നല്ല മൊരുന്നുള്ള രീതിയിൽ അപ്പുറം ഇപ്പുറം സ്ലോ ഫ്ലെയിമിലാക്കിയിട്ട്
ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടാനൊന്നും തന്നെ ഉണ്ടാക്കിയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ സമയം കിട്ടിയില്ല. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ആക്കി. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ റെഡി, തുവയൽ റെഡി. അപ്പോൾ കുറച്ച് ഗാർലിക് ബട്ടർ പ്രോൺസും കൂടി പിള്ളേർക്ക് ഉണ്ടാക്കി വെച്ചു. എന്ന് വെച്ചാൽ നോൺ വെജ് ഇല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രോട്ടീൻ സോഴ്സ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനുവിന് വേണമല്ലോ എന്ന് വിചാരിച്ച് അതും കൂടി ഉണ്ടാക്കി. ഇനി ഞാൻ നേരെ അതും കൊണ്ട് മുന്നയുടെ അടുത്തേക്ക് പോയി. ബിക്കോസ് മുന്നയുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മുന്നയുടെ അടുത്തേക്ക് പോയി. ആൻഡ് മുന്നയുടെ അടുത്തേക്ക് പോയിട്ട് എല്ലാ കാര്യങ്ങളും അവന് എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് എന്നുള്ളത് ഞാൻ അവന് കാണിച്ചു കൊടുത്തു. എന്നുവെച്ചാൽ ഇനിയിപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ ഇത് കഴിച്ചിട്ട് അവൻ ക്ലാസ്സിലേക്ക് കയറിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ തുവയലും ബാക്കിയുള്ള സംഭവങ്ങളും എങ്ങനെ പുരട്ടി കഴിക്കണം എന്നുള്ളത് ഞാൻ അവന് കാണിച്ചു കൊടുത്തിട്ട് ഒരു വായ കൊടുത്തു. ബാക്കിയുള്ളത് അവൻ മെയിൻറ്റെയിൻ ചെയ്തോളും എന്ന് എനിക്കറിയാം. സോ അവൻ അവൻ്റെ ഇഷ്ടപ്രകാരം തന്നെ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ ഒരു വായ മാത്രം ആക്കി കൊടുത്തു. അപ്പോൾ പിന്നെ നേരെ താഴെ വന്നു. കിച്ചാപ്പൂന് എനിക്ക് ഇതേപോലെ തന്നെ സംഭവം കാണിച്ചു കൊടുക്കണമായിരുന്നു. അതിനായിരുന്നു ഒരു 3:30-4 മണിയായ സമയത്ത് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു പൈനാപ്പിൾ അവിടെ ഇരുന്നിട്ട് എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. കുറേ ദിവസമായി അത് അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതിനെ ഒന്ന് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫ്രൂട്ട്സായിട്ട് കഴിക്കുന്നതിനേക്കാട്ടിലും ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഏത് ഫ്രൂട്ടായാലും ഗ്രില്ല് ചെയ്ത് കൊടുത്താൽ സൂപ്പർ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പൈനാപ്പിൾ മുറിച്ചു. ചാട്ട് മസാല, ഉപ്പ്, പഞ്ചസാര, അതേമാതിരി തന്നെ കുറച്ച് എണ്ണ, മുളക് പൊടി, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് വട്ടത്തിൽ മുറിച്ചിരിക്കുന്ന പൈനാപ്പിളിലേക്ക് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ ഗ്രില്ലിങ് ഇത് നന്നായിട്ട് ഗ്രിൽ പാന് നന്നായിട്ട് ചൂടാക്കുക. അതിലേക്ക് നന്നായിട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നിങ്ങൾ ഗ്രില്ല് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ചില ആൾക്കാർക്ക് സിനമൻ ഡസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിൽ സിനമൻ ആർക്കും തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പ്ലെയിനാക്കി വെച്ചു. ഇതിൻ്റെ മുകളിൽ ഒരു ഐസ്ക്രീമും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവം വേറെ ലെവലിലേക്ക് എത്തും. പിന്നെ നമ്മളും ഒരു 3:30-4 മണിക്ക് കഴിക്കുന്നതുകൊണ്ട് ഇതുപോലെ അങ്ങോട്ട് കഴിച്ച് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഐസ്ക്രീമൊന്നും ആർഭാടത്തിന് പോകാണ്ടിരുന്നത്. നല്ല അടിപൊളി ഗ്രിൽ മാർക്സോട് കൂടിയിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ഗ്രിൽഡ് പൈനാപ്പിൾ റെഡിയായിരുന്നു. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഈ ഫ്രൂട്ട്സ് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വേറെ ലെവലിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏത് ഫ്രൂട്ട് ഗ്രില്ല് ചെയ്താലും. ആൻഡ് ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഇറ്റ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അങ്ങനെ 3:30-4 മണിയാകുമ്പോഴേക്കും ആ സംഭവം വൈൻഡപ്പ് ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്കൊരു ഓർഡർ പോകാനുണ്ടായിരുന്നു. ഒരു ബർത്ത്ഡേ ഓർഡറായിരുന്നു. ബർത്ത്ഡേ ഓർഡറിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ പ്യുവർ വെജിറ്റേറിയൻ ആണ്. അതുകൊണ്ട് തന്നെ രാജ്മ ആൻഡ് മഷ്റൂം, അതേമാതിരി തന്നെ ചിക്ക് പീസ് ആൻഡ് രാജ്മ ഇത് ഇട്ടിട്ടായിരിക്കണം ബർഗർ ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബർഗേഴ്സ് എല്ലാം റെഡിയാക്കി. ആൻഡ് ഒരുപാട് ബർഗേഴ്സ് ഉണ്ടായിരുന്നു. ഈ ബർഗറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കൽ മാത്രമല്ല, അസംബ്ലിങ് കൂടിയുണ്ട്. മനസ്സിലായില്ലേ? അതിനൊരു പെർട്ടിക്കുലർ സോസ് ഉണ്ടാക്കി ആ സോസ് എന്താണ് പറയുക, അവർ പറയുന്ന ടേസ്റ്റും ഫ്ലേവറിലേക്കും കൊണ്ടുവന്ന് അതിനെ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ ലെയേഴ്സ് ആയിട്ടുള്ള രീതിയിൽ അവർ ചോദിച്ച ലെയേഴ്സ്, ഓക്കെ, അവരെന്തൊക്കെ രീതിയിലാണ് ലെയേഴ്സ് വേണ്ടതെന്ന് പറഞ്ഞത് ആ ലെയേഴ്സ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വെച്ച്, അതൊരു ബർത്ത്ഡേ പാർട്ടി ഓർഡർ ആയതുകൊണ്ടും അത് എനിക്ക് തോന്നുന്നു ഒരു കോളേജ് പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഓർഡറായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ കുട്ടികൾക്ക് ക്യുക്കുംബേഴ്സ് വേണം, കുറേ കുട്ടികൾക്ക് എന്താണ് പറയുക തക്കാളി വേണം, അങ്ങനെയൊക്കെ ഉള്ള ഡിഫറൻസിയേഷൻ ഉണ്ടായിരുന്നു. അതിന് പെട്ടെന്ന് തന്നെ ഞാൻ അതിൻ്റെ ഒരു വർക്ക് നോക്കി. എന്താ കാര്യം വെച്ചാൽ അതൊരു 6:30 മണി ഡെലിവറി ആയിരുന്നു അവർ വന്ന് വാങ്ങിയിട്ട് പോണത്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ചിക്ക് പീസ് രാജ്മയും കൂടിയിട്ടുള്ള പാറ്റീസ് വെച്ചിട്ടുള്ളതും അതേമാതിരി തന്നെ മഷ്റൂമും രാജ്മയും വെച്ചിട്ടുള്ളതും കുക്കുംബർ വേറെ വെച്ചിട്ടുള്ളതും തക്കാളി വേറെ വെച്ചിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അവർ വന്ന് അത് കൊണ്ടുപോയി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു സാലഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സാലഡ് ടേസ്റ്റ് ചെയ്ത സമയത്ത് മുന്നേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് ടേസ്റ്റ് ചെയ്ത സമയത്തായിരുന്നു നമ്മൾ ഞാൻ വിചാരിച്ചത് ഓക്കെ അവനും അതേപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ഇത് വീണ്ടും ഞാൻ പീച്ച് എന്ന് പറയുന്ന ഫ്രൂട്ടിനെ ഗ്രില്ല് ചെയ്യാണ്. ഈ ഒരു സാലഡ് ഞാൻ അതിൻ്റെ കൂടെ കൊടുത്തൊരു സാലഡായിരുന്നു. അത് ടേസ്റ്റ് ചെയ്തപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നല്ല അടിപൊളി പീച്ച് കിട്ടുന്ന സമയമാണിപ്പോൾ. അപ്പോൾ നല്ല പീച്ച് നോക്കി വാങ്ങിക്കുക. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങൾ നന്നായി മുറിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഗ്രില്ലിംഗ് പാനിലിട്ടിട്ട് നല്ല ഫ്ലെയിമോട് കൂടിയിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്രില്ലിംഗ് പാൻ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, സാധാരണ പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്ത് അതിൻ്റെ ആ ഒരു ഗ്രിൽ
ആ ഒരു ഫ്ലേവർ വരുന്നവരേക്കും ഒന്ന് കരിയിച്ചൊന്ന് എടുത്താൽ മതി. ഒരു ലൈറ്റ് കരിയൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. പിന്നെ സാലഡ് ലീവ്സിൻ്റെ മുകളിൽ വെക്കുക അതിനെ, എന്നിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ വാൾനട്ട് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ബുറാട്ട ചീസാണ്. ആ ബുറാട്ട ചീസ് ഇതിൽ കൂടെ കമ്പൈൻ ആവുന്ന സമയത്ത് ഇത് വേറെ ലെവൽ ടേസ്റ്റായിട്ട് മാറും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൽ കൂടെ തന്നെ ഇതേമാതിരി തന്നെ പൈനാപ്പിൾ ആൻഡ് ബുറാട്ട ചെയ്യാം, ആപ്പിൾ ആൻഡ് ബുറാട്ട ചെയ്യാം, പീച്ച് ആൻഡ് ബുറാട്ടയാണിത്, പിയർ ആൻഡ് ബുറാട്ട ചെയ്യാം. ഇതിൻ്റെ മുകളിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ബാൽസാമിക് വിനീഗർ, ഹണി, അതേമാതിരി തന്നെ എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഷുഗർ എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു ഡ്രസ്സിങ് ആയിരുന്നു. അത് ഞാൻ മുന്നേക്ക് കൊണ്ടുപോയിട്ട് ഒരു 6:30 ആയ സമയത്ത് കൊണ്ടുപോയി കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞിട്ട് രാത്രിക്ക് ഞാൻ നല്ല ഒരു തായ് ഗ്രീൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. വെജിറ്റേറിയൻ വേർഷനാണ് ഉണ്ടാക്കിയത്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ തായ് ഗ്രീൻ കറിയുടെയൊക്കെ പ്രത്യേകത വിത്ത് ടോഫോട് കൂടി വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നിറയെ പച്ചക്കറി പോവും അകത്തേക്ക്. ഒരൊറ്റ അടിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പച്ചക്കറിയും പോവും, തേങ്ങാപ്പാലുമാണ്, എവ്രിതിങ് ഉണ്ട് അതിൽ. കോളിഫ്ലവർ തൊട്ട് ബ്രൊക്കോളി തൊട്ട് ക്യാപ്സിക്കംസ് തൊട്ട് പലതരം വെജിറ്റബിൾസ് തൊട്ട് അങ്ങനെ എല്ലാം കൂടി ആവണ സമയത്ത് അത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഫുള്ളായിരിക്കും. കൂടെ ഒരു ജാസ്മിൻ റൈസും ഉണ്ടെങ്കിൽ വെരി വെൽ ഗുഡ്. അപ്പോൾ ജാസ്മിൻ റൈസും കൂടി ചേർത്തിട്ട് അവർക്കത് കൊടുത്തു. അങ്ങനെ ഇതൊക്കെയാണ് മക്കളെ പലതരമായിട്ടുള്ള രീതിയിൽ ഒരു ദിവസത്തിൽ പല നേരങ്ങളായിട്ടുള്ള രീതിയിൽ കുക്കിംഗ് നടന്നിട്ട് നമ്മളൊരു 5:36 ആയിട്ടുള്ള രീതിയിൽ അവസാനിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ജോലിക്ക് അന്നത്തെ ദിവസം ഇറങ്ങി. എല്ലാം വൈൻഡപ്പ് ചെയ്ത് ഞാൻ സൂസൻ്റെ അടുത്ത് എല്ലാം ഓക്കെ അല്ലേ, ശരി, അപ്പോൾ എല്ലാം വേണ്ടതൊക്കെ ചെയ്യൂ, എടുത്ത് വയ്ക്കൂ എന്നൊക്കെ പറഞ്ഞ് നോക്കിയപ്പോഴാണ് അവിടെ 2 പൈനാപ്പിൾ അവിടെ എന്നെ നോക്കിച്ചിരിക്കുന്നത്. അങ്ങനെ ഗ്രിൽഡ് പൈനാപ്പിൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഷെഫ് യൂണിഫോം ഇടുന്നതിന് മുമ്പ് തന്നെ എല്ലാ പൈനാപ്പിളും കഴിച്ച് തീർക്കാമെന്ന് വിചാരിച്ച് ഞാനും അത് ആസ്വദിച്ച് കഴിച്ചിട്ട് ജോലിക്ക് ഇറങ്ങിയിട്ടു.